അടിയന്തരാവസ്ഥയെന്ന അസ്വാതന്ത്ര്യത്തിന്റെ വിലങ്ങിൽ ഇന്ത്യൻ ജനാധിപത്യം പൊള്ളാൻ തുടങ്ങിയിട്ട് ഇന്ന് 50 ആണ്ട്. ഇന്ത്യ എന്നാൽ സ്വേച്ഛാവാഴ്ചയല്ലെന്ന് ഈ ദേശമാകെ ചിന്തിക്കാൻ തുടങ്ങിയ സ്വതന്ത്ര ഇന്ത്യയിലെ നവസമര പോരാട്ടത്തിന് തുടക്കം കുറിച്ചതിന്റെ ആണ്ടുപിറ കൂടിയാണ് ഈ ദിനം. 1975 ജൂൺ 25 അർദ്ധരാത്രി. ലോകത്തിലെ വലിയ ജനാധിപത്യ രാജ്യത്ത് കരുത്തുറ്റ ഭരണാധികാരി എന്ന് പുകൾപെറ്റ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഇംഗിതത്തിന് വഴങ്ങി രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഭരണഘടനയുടെ 352 വകുപ്പിന്റെ 1-ാം ഉപവകുപ്പ് അനുസരിച്ച് ദേശീയ അടിയന്തരാവസ്ഥ ഉത്തരവിൽ ഒപ്പിട്ടു. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് 13 നാൾ മുൻപ് 1975 ജൂൺ 12 അലഹബാദ് ഹൈക്കോടതി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കി. 4 ആണ്ട് മുൻപ് തിരഞ്ഞെടുക്കപ്പെട്ട റായ്ബറേലിയിൽ ഇന്ദിര അധികാര ദുർവിനിയോഗം നടത്തിയെന്ന് ജസ്റ്റിസ് ജഗ്മോഹൻ ലാൽ സിൻഹയുടെ കണ്ടെത്തൽ. എതിർ സ്ഥാനാർത്ഥി ഭാരതീയ ലോക്ദൾ നേതാവ് രാജ്നാരായണന്റെ ഹർജിയിലായിരുന്നു പരമപ്രധാനമായ ഈ ഉത്തരവ്. പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ജൂൺ 24 ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതിയും ശരിവച്ചതോടെ ഇന്ദിരയുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു. 6 ആണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആകില്ലെന്ന വിലക്കും ഉത്തരവിലാക്കി ജസ്റ്റിസ് PR കൃഷ്ണയ്യർ. പ്രധാനമന്ത്രി പദത്തിൽ പക്ഷേ തുടരാം, വോട്ടെടുപ്പിൽ പങ്കെടുക്കാനാകില്ല. അടുത്ത ദിനം അർദ്ധരാത്രി അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. പത്രങ്ങളുടെ നാവ് കെട്ടി സെൻസർഷിപ്പ്. പ്രതിപക്ഷ നേതാക്കൾ കൂട്ടത്തോടെ ജയിലിലടയ്ക്കപ്പെട്ടു. പൗരന് മൗലികാവകാശങ്ങൾ ഉറപ്പു നിൽക്കുന്ന 14, 21, 22 വകുപ്പുകൾ നിർവീര്യമാക്കി. മൗലികാവകാശങ്ങൾക്കായി കോടതിയെ സമീപിക്കാനുള്ള അവകാശം സസ്പെൻഡ് ചെയ്യപ്പെട്ടു. നെഹ്റുവിന്റെ പിൻഗാമിക്ക് താലത്തിലേന്തി കൈമാറപ്പെട്ട ജനായത്ത അധികാരം രാജ്യത്തെ നിശ്ചലമാക്കിയത് എങ്ങനെയെന്ന് കാലം അടയാളപ്പെടുത്തുന്നു. അടിയന്തരാവസ്ഥയുടെ സ്വേച്ഛാധിപത്യകാലം അവസാനിച്ചത് 1977 മാർച്ച് 20. ആ വർഷത്തെ പൊതുതെരഞ്ഞെടുപ്പിൽ ഇന്ദിരയ്ക്കും ഇന്ദിരയെ പിന്തുണച്ച ബുദ്ധിജീവികൾക്കും വാഴ്ത്തുപാട്ടുകാർക്കും ജനം ചെവി കൊടുത്തതേയില്ല. അധികാരത്തിൽ നിന്ന് നിഷ്കാസിതയാക്കി ഇന്ദിരയ്ക്ക് ഇന്ത്യ മറുപടി നൽകി. ഇന്ത്യ എന്നാൽ ഇന്ദിരയല്ല, ഇന്ദിര മാത്രമല്ല ഇന്ത്യ.